ജിസേലിനെ എനിക്ക് ജിസേലിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് നെവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എന്റർടൈനറാണ്. ഇല്ല, അയ്യോ ഞാൻ കണ്ടില്ല. ആണോ? എന്നിട്ട് അതെങ്ങനെ കേറാൻ പറ്റും? ഇറങ്ങിപ്പോയോ? എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണ് വളരെ കുറച്ച് എന്റർടൈനേഴ്സ് അതിനകത്തുള്ളൂ. അപ്പം മേ ബി ആവശ്യമുള്ളതുകൊണ്ടായിരിക്കാം. ബട്ട് എനിക്കറിയത്തില്ല, എനിക്ക് അതെങ്ങനെ പറ്റും എന്നുള്ളത് എനിക്കറിയത്തില്ല. എങ്ങനെ ബിഗ് ബോസിന്റെ അടുത്തോ? പക്ഷെ അത് നിങ്ങളെ കാണിച്ചോ? അറിയില്ല. അതായത് ഇവിടുന്ന് ഇറങ്ങിയ വഴിക്ക് നെവിന്റെ കണ്ണൊക്കെ കെട്ടി ഒരു റൂമിൽ കൊണ്ടുപോയി. ആണോ? അങ്ങനെയാണ് കൊണ്ടുപോയത്. അപ്പൊ കുഴപ്പമില്ല. ഞാൻ അധികം കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് എന്താ പറയണ, കേറി കഴിഞ്ഞപ്പോ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എനിക്ക് ഒരു റെസ്പെക്ട് തോന്നിയൊരു സ്ത്രീ തന്നെയാണ്. പറഞ്ഞല്ലേ, എന്താ ഭർത്താവില്ലാണ്ട് 2 കുട്ടികളെ വളർത്തുന്നു, ഒറ്റയ്ക്കിപ്പം ജീവിക്കുന്നു. ഷീ ഈസ് വെരി ഹാർഡ് വർക്കിംഗ്. അപ്പം ആ ഒരു രീതിയിൽ റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് ബിഗ് ബോസിൽ എങ്ങനെ പെർഫോം ചെയ്യണ കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ബിക്കോസ് അത്ര മാത്രം സപ്പോർട്ട് ഇപ്പോൾ പുറത്തുനിന്ന് ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു. ഞാനന്ന് ഒരു കമൻറ്റ് ഇട്ടിട്ട് ഇത് എനിക്ക് തോന്നുന്നു അല്ലേ, യൂണിവേഴ്സൽ ഇത് തന്നെ കവർ ചെയ്തപ്പം കമൻസ് കണ്ടു. ഭയങ്കര സപ്പോർട്ടാണ് രേണുവിന്. അപ്പം രേണു പെർഫോമും കൂടി ചെയ്താൽ നല്ല ചാൻസ് ഉണ്ട് ടോപ്പ് 5 എത്താനായിട്ട്. ബിക്കോസ് നമ്മൾ ഈ കാണുന്ന പോലെ അല്ല. നമുക്ക് പുറത്തുനിന്നുള്ളവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അകത്ത് പോകുമ്പോഴേ എന്തുമാത്രം ടഫാണ്, എന്തുമാത്രം ഒരു മൈൻഡ് ഗെയിമാണ്, എന്തുമാത്രം പ്രഷറാണ്, സ്ട്രെസ്സാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പുറത്തുനിന്നുള്ളവർക്ക് അവൾക്ക് അത് ചെയ്തൂടെ, ഇത് ചെയ്തൂടെ, അല്ലെ അങ്ങനെ പെർഫോം ചെയ്തൂടെ എന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പം. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ, അതൊന്നും നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അനീഷ് ഞാൻ ഇതിനകത്ത് കോമണറായിട്ട് കയറി. പക്ഷെ നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട് ആള്. ഈ ബിഗ് ബോസ് പലരും ഈ ഗെയിം കഴിഞ്ഞിറങ്ങിയ പലരും പറയാറുണ്ട് സ്ക്രിപ്റ്റഡ് ഷോ എന്നൊക്കെ പറയാറുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ പറയുകയാണ്, ഞാൻ അതിനകത്ത് ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നതാണ്. എനിക്കറിയാലോ, ഫൈനൽ വരെ എത്തിയതാണ്. അപ്പം യാതൊരു രീതിയിലുള്ള സ്ക്രിപ്റ്റഡ് ഷോ അല്ല ബിഗ് ബോസ്. എല്ലാവരും കാണുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന ഇതാണ്, ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ? എല്ലാവർക്കും ക്യൂരിയോസിറ്റിയാണ്. പക്ഷെ സ്ക്രിപ്റ്റഡ് അല്ല. പക്ഷെ എന്താ മാസ്റ്റേഴ്സ് അതിനകത്തുള്ള മേക്കേഴ്സിന് നന്നായിട്ട് അറിയാം നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, എന്ത് ടാസ്ക് ഇട്ടാൽ എങ്ങനെയാവും, എങ്ങനെയൊക്കെ അവർക്ക് കൊണ്ടുപോകണം എന്നുള്ളത് അവർക്കറിയാം. അത് നന്നായിട്ട്. അപ്പം ആരാ? ഓ അതല്ലേ, അതെന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ കമന്റ് ചെയ്യില്ല. പക്ഷെ സ്വന്തം ജിമ്മിലാണ് കയറിയെന്നല്ലേ? അതറിയില്ല, ഞാൻ അതിനെ കുറിച്ച് കമന്റ് ചെയ്യില്ല. ബിക്കോസ് എനിക്ക് ആ ന്യൂസിനെ കുറിച്ച് വലുതായിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല. സോ കിട്ടാൻ പോണില്ല എന്റെ കയ്യിൽ. ജിസേലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഞാൻ കണ്ടത് വരെ ഒരിക്കലും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് എന്നിട്ട് പോലും മലയാളികൾ അക്സെപ്റ്റ് ചെയ്തില്ലേ? ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. ഞാൻ കാണുന്നവരൊക്കെ ജിസേലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്കത് ജിസേൽ ഭയങ്കര ജെന്യുവനായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അതാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്. അവിടെ വസ്ത്രധാരണമോ വേറെ അല്ലെങ്കിൽ തന്നെ മനം മറിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ല കുട്ടി. എന്താ പിന്നെന്താ പ്രശ്നം? അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. വേറെ രീതിയിൽ ആളുകൾ കാണുന്നുണ്ടോ ഇതിന്റെ ഉള്ളിൽ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം പ്രേക്ഷകര് ആ രീതിയിൽ പറയുന്നുണ്ട് ജിസേലിന്റെ വസ്ത്രധാരണം കുറച്ച് ഒരു രീതിയിലാണ്. അത് ഇതൊക്കെ നേരത്തെ അറിയാന്നുള്ളതല്ലേ ബിഗ് ബോസിന്. അങ്ങനെ ഒരു ആളല്ലേ അതിനകത്ത്. ഒരു ഷീസ് എ മോഡൽ, റൈറ്റ്? ഷീസ് എ മോഡൽ. പിന്നെ വാട്ട് ഡു യു എക്സ്പെക്ട്? ഒരു മോഡൽ അവർക്ക് ഇത്രയും കാലം അതും നോർത്തിൽ ജീവിച്ച ഒരു കുട്ടി ഇവിടെ വന്നിട്ട് പർദ്ദയിട്ട് നടക്കണമെന്നാണോ അവർ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല. അവരെങ്ങനെയാണോ, പുള്ളിക്കാരത്തി എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ആസ് എ ഇൻഡിവിജ്വൽ, ആസ് എ ഹ്യൂമൻ ബീങ് മലയാളികൾക്ക് ജിസേലിനെ ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിട്ടാണ് ഇത് ചെയ്തത്. എന്താണ് ഡ്രസ്സിങ്? എൻ്റെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ സാരി ആയിരുന്നല്ലോ ഞാൻ അതിനകത്ത് കൂടുതൽ. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് പേര് സാരി ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കാറുണ്ട്. പിന്നെ ഒബ്വിയസ്ലി പെർഫോം ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ ശോഭ എന്ന് പറയുമ്പോൾ ഒരു സാരി
എന്താ അല്ലെങ്കിൽ എന്താ അംബാസഡർ എന്നുള്ള രീതിയിൽ ആൾക്കാർ സംസാരിക്കാറുണ്ട്. എനിക്കൊരു ഭയങ്കര ഒരു ക്രെഡിറ്റ്, എന്താ പറയുക, ഒരു അവാർഡ് കിട്ടിയത് പോലെയാണ് എനിക്കത്. ബിക്കോസ് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് കേൾക്കാനാണ്. ഈ ആണുങ്ങൾ മൊത്തം ജിസയിൽ കയ്യിലെടുത്തിരിക്കുകയാണ് അങ്ങനൊക്കെ ഒരു പ്രസ്താവന പറയായിരുന്നു ബിഗ് ബോസിനകത്ത്. അപ്പം അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവരുടെ സൗഹൃദത്തെ കുറിച്ചാണ് അനുമോൾ അങ്ങനെ പറഞ്ഞത്, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പറഞ്ഞാണ്. അപ്പം അതിനെ ജഡ്ജ് ചെയ്യേണ്ടത് ഓരോ മനുഷ്യരാണ്, കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ, ലൈക്ക് അത് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അത് ഞാൻ അതിലൊന്നും കൂടുതൽ കമൻറ്റ് ചെയ്യില്ല. ബിക്കോസ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അല്ലേ, നമ്മളിപ്പം അത് ഫ്രണ്ട്ഷിപ്പ് ആവാം, അതിനെ ഒരു തെറ്റായ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആണോ? അത് പുള്ളിക്കാരത്തിയുടെ പെർസെപ്ഷൻ അബൌട്ട് അവിടെ നിൽക്കുന്ന വെറുതെ പെർസെപ്ഷൻ ആയിരിക്കാം. എനിക്കങ്ങനെ തോന്നിയില്ല. സൗഹൃദത്തിനെ ഒരു കോഴിത്തനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. നമ്മൾ ഇതുവരെ കണ്ടുവന്ന ബിഗ് ബോസിൽ എല്ലാം ഒരു കപ്പിൾസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പുറത്തുനിന്ന് അവര് വന്നിട്ടുണ്ട്. അതല്ലാണ്ട് ബിഗ് ബോസിൽ അവരെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു കപ്പിൾസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സീസണിൽ ആരെങ്കിലും തമ്മിൽ പ്രണയം ഉണ്ടാവാനോ പ്രണയിക്കാനോ ഒരു അഫെയർ, അതാണ് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലേ? അറിഞ്ഞുകൂടാ, ഇതെല്ലാം ഭയങ്കര നാച്ചുറലായിട്ട് സംഭവിക്കേണ്ട കാര്യമല്ലേ? സംഭവിക്കേണ്ടതാണെങ്കിൽ സംഭവിക്കും. അങ്ങനെ സംഭവിച്ച കപ്പിളാണല്ലോ പേളിയും ശ്രീനീഷും. അപ്പം അവര് സന്തോഷമായിട്ട് ജീവിക്കല്ലേ. ഇപ്പൊ ആര്യനാണെങ്കിലും ജിസയിലാണെന്നുണ്ടെങ്കിലും ഒരു പറയുന്നുണ്ട് രണ്ടുപേരും എന്താ പറയുന്നത്, ഉണ്ടോ കണക്ഷൻ ഉണ്ടോ? സംഭവിക്കുകയാണെങ്കിൽ നല്ലതല്ലേ? രണ്ടുപേരും എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് സംഭവിച്ചാൽ നല്ലത്. അതിനുണ്ടോ ഏജിൽ എന്താ കാര്യം? പ്രിയങ്ക ചോപ്ര ആരെയാ കെട്ടിയത്, അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ ആരെയാ കെട്ടിയത്. ഏജിലൊക്കെ എന്തിരിക്കുന്നു, പ്രായത്തിലൊക്കെ ഒരു പ്രശ്നമുണ്ടോ? സ്നേഹം എന്ന് പറയുമ്പോഴത്തേക്ക് അതുപോലെ ആ രണ്ടുപേരെ കണ്ടില്ലേ, കപ്പിളിനെ കണ്ടില്ലേ, അവർ LGBTQ അല്ലേ? അവിടെ സ്നേഹം, പ്രണയം എന്ന് പറയുമ്പോൾ അതൊരു ഏജ് ഇല്ല, സെക്സ് ഇല്ല, അതൊരു ജെൻഡറോ അങ്ങനത്തെ ഇതിലൊന്നും, അതിൻ്റെയൊക്കെ മേളിലല്ലേ സ്നേഹം എന്ന് പറയുമ്പോൾ, പ്രണയം എന്ന് പറയുമ്പോൾ. സ്ട്രാറ്റജി ആയിട്ട് വരുന്നവര് കാണിക്കുകയാണെങ്കിൽ മനുഷ്യർക്ക്, പ്രേക്ഷകർക്ക് മനസ്സിലാവില്ലേ അത് കാണിക്കുന്നതാണോ എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എത്ര നാൾ അങ്ങനെ പിടിച്ചു നിൽക്കും, അറിയില്ല. ഈ ജിസേലിന്റെ വസ്ത്രധാരണത്തെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അനുമോള്. അപ്പം ശരിക്കും സ്ത്രീകൾക്ക് തന്നെ ശത്രുക്കളായി മാറുന്ന ഒരു അവസ്ഥ ഒരുപാട് ഞാൻ കേട്ടിട്ടുള്ളതുമാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ്. സ്ത്രീകളുടെ തന്നെ ശത്രുവായിട്ട് പലപ്പോഴും മാറട്ടെ. എന്നാൽ കൂടെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ശക്തി സ്ത്രീകൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ശക്തിയുമാണ്. അതുപോലെ നേരെ തിരിച്ചും അല്ലേ? ഗേ കപ്പിൾ അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ എന്തുകൊണ്ട് ഒരു ലെസ്ബിയൻ കപ്പിളിനെ അക്സെപ്റ്റ് ചെയ്തുകൂടാന്നുള്ള കാര്യമാണ്. ആദ്യം സിംഗിൾ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടാണ് കയറിയത്. അതിനുശേഷം അവർ രണ്ടാക്കി, ഓരോരുത്തരും സിംഗിൾ ആക്കി, 2 മത്സരാർത്ഥികളാക്കി. അതിന് പിന്നിൽ ഒരു ബിഗ് ബോസ് അല്ല, ഇപ്പൊ അങ്ങനെയാണോ പോകുന്നത്? അതെയോ, എനിക്ക് അവർ കപ്പിളായിട്ടല്ലേ ഇപ്പം പെർഫോം ചെയ്യുന്നത്. പക്ഷെ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വോട്ട് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടോ? ആയോ? അത് ഞാൻ അറിഞ്ഞില്ല. അതൊരു ഇൻഡിവിജ്വാലിറ്റി അവരുടെ അങ്ങനെ കണ്ടതുകൊണ്ടായിരിക്കാം അല്ലേ? അപ്പൊ അവരങ്ങനെ ഇടുമ്പോൾ, അങ്ങനെ കളിക്കുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കളിക്കുന്നു എന്ന് ചിലപ്പം ബിഗ് ബോസിന് തോന്നിയിട്ടുണ്ടാവും. എല്ലാത്തിനും പുറകിലൊരു ഇതുണ്ടാവില്ലേ? ആ ഒരു കണ്ടസ്റ്റൻസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മുടെ റെനയാണ്. അപ്പോ റെനയുടെ റെന ആരെ കാണണം എന്ന് ചോദിച്ചപ്പോ റെന പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബോയ് ഫ്രണ്ടിനെ കണ്ടാൽ മതി, വീട്ടിലുള്ള ആളെ ആരും കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ല. അതായത് ഇപ്പൊ ബിഗ് ബോസ് ഒരു ചോദിച്ചപ്പോ ആരെങ്കിലും കാണണമെന്ന് ചോദിച്ച സമയത്ത് റെന പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബോയ് ഫ്രണ്ടിനെ ഇവിടെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും, കാണാൻ പറ്റിയില്ല. കുറെ ആൾക്കാര് വിമർശിച്ചിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് റെനയ്ക്ക് വീട്ടിലെ ആളുകളെക്കാട്ടിലും കാര്യം ഈ പറഞ്ഞ ബോയ് ഫ്രണ്ടിനെയാണ്. ചിലപ്പം അത്രത്തോളം അടുപ്പം നമുക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യം അറിയില്ലല്ലോ. ചിലപ്പോൾ പേരൻസുമായിട്ട് അത്രയും അടുപ്പം ഉണ്ടാവില്ലായിരിക്കാം. വളർത്തിയുണ്ടാക്കിയ വീട്ടുകാരല്ല റെനയ്ക്ക് വേണ്ടത്, ബോയ് ഫ്രണ്ടിനെയാണ് വേണ്ടത്. അത് നമുക്കറിയില്ലല്ലോ, വളർത്തിയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. നമുക്കറിയോ ആ കുട്ടിയുടെ സിറ്റുവേഷൻ, ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ പേരൻസ് അത്രയും സ്നേഹവും സപ്പോർട്ടും കൊടുത്തായിരിക്കില്ല, എനിക്കറിയത്തില്ല, ആയിരിക്കത്തില്ല വളർത്തിയത്. ചിലപ്പം അതൊരു പാർട്ട്ണറായിട്ടുള്ള ആ പയ്യനായിരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. നമുക്ക് അറിഞ്ഞൂടാത്ത വിഷയത്തിനെ പറ്റി നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പോകരുത് അല്ലേ?
അവരുടെ കാര്യം അവരുടെ പേഴ്സണൽ അല്ലേ അത് കാര്യം. മുന്നിലാണെന്നുണ്ടെങ്കിലും ഷാനവാസ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടായിരുന്നു ഇവളൊക്കെ ഈ പ്രായത്തിൽ തന്നെ ഇതേപോലെ ബോയ്ഫ്രണ്ടൊക്കെ ആയി നടക്കുന്നത്, എന്താ ഇവരുടെയൊക്കെ ഒരു സംഭവം? ഈ പ്രായത്തിന് അതിനൊക്കെ പ്രായം ഇത് കാലം ഉണ്ടോ? ചില പ്രായത്തിനനുസരിച്ചാണോ മെച്യൂരിറ്റി എന്ന് പറയുന്ന കാര്യം വരുന്നത്? ആണോ? ഇപ്പോഴും 30-35 ആയിട്ടുള്ള ആൾക്കാർ മെച്യൂരിറ്റി ഇല്ലാതെ നടക്കുന്നുണ്ട്. എന്നാൽ 18 വയസ്സാവുന്ന കുട്ടികൾ വീട്ടിലെ കാര്യങ്ങളും നോക്കി റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ജോലി ചെയ്ത് 3-4 ജോലി ചെയ്ത് വീട് നോക്കുന്ന എത്രയോ പേര് യങ്സ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് പ്രായത്തിനെ വെച്ചിട്ട് നമുക്കൊരു മെച്യൂരിറ്റി അവരുടെ ഒരു കാര്യങ്ങൾ നമുക്ക് അളക്കാനേ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്കറിയില്ല. കരയുന്നത് മെച്യൂരിറ്റിയുടെ ഇതാണോ? അതൊരിക്കലും പറയില്ല. ചിലപ്പം വീട്ടിൽ വളർത്തിയത് അങ്ങനെയായിരിക്കാം, അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ കല്യാണം വരെ ഞാൻ ഭയങ്കര വീട്ടിൽ പാമ്പർ ചെയ്തിട്ടുള്ള എന്താ ലോകത്തിനെ പറ്റിയൊന്നും അറിയാതെ ഞാൻ വളർന്നതാണ്. ഞാൻ ഭയങ്കര പൊട്ടിയായിരുന്നു, ഞാൻ പെട്ടെന്ന് കരയുന്ന കുട്ടിയായിരുന്നു. അങ്ങനെ ഒരാളിൽ നിന്ന് നമ്മുടെ ജീവിതമാണ് നമ്മളെ ഈ ഒരു ഇതിലേക്ക് എത്തിക്കുന്നത് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല സിറ്റുവേഷൻസ്, ചാലഞ്ചസ്, അതൊക്കെ നമ്മൾ ഓവർകം ചെയ്താണ് നമ്മളൊരു ഒരു വ്യക്തിത്വം ആവുന്നത് തന്നെ. അപ്പം ഇറ്റ് ടേക്ക് ടൈം. അതുപോലെ കരയുന്ന ഒരിക്കലും ഒരു വീക്ക്നെസ്സിൻ്റെ സിമ്പിൾ അല്ലെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കരയേണ്ടത് നമ്മൾ കരഞ്ഞ് തന്നെ തീർക്കണം. അതുകൊണ്ട് ഒരിക്കലും അതുകൊണ്ട് അവർ സ്ട്രോങ് അല്ലെന്ന് ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. അവസാനമായിട്ട് ഈ പറഞ്ഞ പോലെ ഫൈനൽ 5 വരുന്ന ഉദ്ദേശിക്കുന്ന കുറേ പേര് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ജിസേൽ വരണമെന്നുണ്ട് ആഗ്രഹമുണ്ട്, ആര്യൻ വരണം എന്ന് ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ നിവിൻ വരണം എന്ന് ആഗ്രഹമുണ്ട്. കുറേ പേര്, അനീഷ് പെർഫോം ചെയ്യുന്നുണ്ട്. ആണോ? അവൻ അങ്ങനെയാണ് അങ്ങനെയാണ് വളർന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഭയങ്കര ഇന്നസെന്റ് ആണ് അവൻ പൊതുവെ. ഭയങ്കര ഞാൻ കണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ടത് അത് പക്ഷെ പുള്ളിക്കാരത്തിനെ സേവ് ചെയ്തില്ലേ അവൻ. അവിടെ അനീഷിന് വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു. അപ്പോൾ അത് 2-3 പേരും കൂടെ ഒരുമിച്ച് എടുക്കേണ്ട ഡിസിഷൻ ആയിരുന്നു. അവൻ അവൻ്റെ ഷോൾഡറിലെടുത്ത് അങ്ങനെ കിട്ടിയ പണിയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. പാവല്ലേ. 2 ദിവസമാണ് നമ്മുടെ എക്സ്പോ. അപ്പോൾ എന്തായാലും എക്സിബിഷന് വരിക. എൻ്റെ ബോധയുടെയും അതുപോലെ തന്നെ വീവേഴ്സ് വില്ലേജിൻ്റെയും എക്സിബിഷൻ ഇവിടെ നടക്കുകയാണ് കൊച്ചിയിൽ, ക്യൂരിയോസിറ്റി സ്റ്റുഡിയോയിൽ. ഹൗസ് ഓഫ് പാൻഡിയുടെ കൂടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എടുത്തു തരാറുണ്ടോന്നോ? എനിക്കോ? ഞാൻ സ്വന്തമായിട്ടൊക്കെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ആരും അങ്ങനെ എടുത്തു തരാറില്ല. നമ്മുടെ സ്വന്തമായിട്ട് ഓണക്കോടിയായിട്ട് അമ്മ ചിലപ്പോൾ ഇങ്ങനെ തരാറുണ്ട്. പക്ഷെ ഇപ്പൊ കുറേ വർഷമായെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ അങ്ങോട്ടാണ് കൊടുക്കണേ, അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കൊക്കെ. നമ്മൾ ഇതായതുകൊണ്ട് ഞാനിപ്പോ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 ഇയേഴ്സ് ആയിട്ട് ഞാനിപ്പോ അങ്ങോട്ടേക്കാണ് എടുത്ത് കൊടുക്കുന്നത്. അമ്മയ്ക്കും അച്ഛനും ബ്രദർ അണ്ണാച്ചിക്ക് എടുത്ത് കൊടുക്കും, ഏട്ടത്തിക്ക് കൊടുക്കും. ചിലപ്പോൾ ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് ഞാൻ കൊടുക്കാറുണ്ട്, ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം എനിക്ക് നാദുവിന് കൊടുക്കണമെന്നുണ്ട്. അവളെങ്ങനെയുണ്ട് നോക്കിയിട്ട് ആലോചിക്കാം. ഇല്ല അവൾ ഐ എം സോ പ്രൗഡ് ഓഫ് ഹർ. ലെറ്റ് മീ ടെൽ യു, നാദു ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഒരുപാട് കാര്യങ്ങൾ അവൾ എനിക്കിങ്ങനെ എല്ലാവരും പറയും ഞാനൊരു 10 കാര്യങ്ങൾ അല്ലെങ്കിൽ 100 കാര്യങ്ങൾ ഇങ്ങനെ ജഗ്ൾ ചെയ്യുന്ന ഒരാളാണ്, ഓടി നടക്കുന്ന ആളാണ്. പക്ഷെ നാദുവിനെ കാണുമ്പോഴത്തേക്കും ഇവളെങ്ങനെ ഒരു ദിവസം ഇവിടെ നിൽക്കണ കാണാം, അടുത്ത ദിവസം വേറൊരു ചാനലിൽ അടുത്ത ദിവസം അവിടെ ഇരുന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം, ആൻഡ് ഫോട്ടോഷൂട്ട്. എൻ്റെ അമ്മ അവൾ എങ്ങനെ ചെയ്യും, സത്യം. ഹാറ്റ്സ് ഓഫ് ടു ഹർ ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് ഹർ. ഒരുപാട് അവാർഡ്സ് അവൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഭയങ്കര സന്തോഷം എനിക്ക്. ഉണ്ട്. നമ്മുടെ ഒരു അനിയനുണ്ട്, പറയില്ല. നന്നായിട്ടുണ്ട്. ഞാൻ കണ്ടോണ്ടിരുന്നത് വരെ അവൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ആയതിനു ശേഷം എനിക്ക് അധികം കാണാൻ പറ്റിയിട്ടില്ല. സോ ഐ ഡോണ്ട് നോ ഇപ്പോൾ അവൻ്റെ അവസ്ഥ എന്താണെന്നുള്ള എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ വോട്ട് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കുമല്ലോ, നമ്മൾ ജിയോയ്ക്കകത്ത് കയറി നോക്കുമ്പോഴത്തേക്ക് അവൻ ഇതിലുണ്ടെങ്കിൽ ഞാൻ വോട്ട് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഓണം നമ്മുടെ കൂടെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുക, കൈത്തറി ഉടുത്ത് തന്നെ സെലിബ്രേറ്റ് ചെയ്യുക. അതിപ്പം വീവേഴ്സ് വില്ലേജിൻ്റെ ആണെങ്കിലും ബോധയുടെ ആണെങ്കിലും ശ്രീജിത്തിൻ്റെ ആണെങ്കിലും വേറെ ആരുടെ ആണെങ്കിലും കൈത്തറി ഉടുത്ത് തന്നെ ഇപ്രാവശ്യത്തെ ഓണം നെയ്ത്തുകാരെ സപ്പോർട്ട് ചെയ്യാം. ആഗ്രഹമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വലുതിലല്ല കാര്യം.
നമ്മൾ എന്ത് സംഭവവും ചെറുതാണെങ്കിലും ക്വാളിറ്റിയോടെ കൊടുക്കുന്നതിലാണ് കാര്യം അല്ലേ? യെസ് ഉണ്ട്. ഇപ്പം നമ്മൾ അതിനെ ഒരു റീബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഉടൻ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അപ്പം എല്ലാ പ്രേക്ഷകരല്ലല്ലോ, എല്ലാ വ്യൂവേഴ്സിനും അല്ലേ, എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ.